നമസ്കാരം. ഇന്ന് ഞാനിവിടെ രാജസ്ഥാനി സ്റ്റൈൽ ഉരുളൻകിഴങ്ങ് മസാലയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പൂരി, ചപ്പാത്തി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിനിട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച ഉരുളൻകിഴങ്ങിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഉരുളൻകിഴങ്ങ് ഇവിടെ വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. നമുക്കൊരു കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെന്തിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സൺഫ്ലവർ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കരിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് റഫായിട്ട് ചതച്ചത് ഇതിലേക്കിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായംപൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ടൊന്ന് നമുക്കിതിനൊന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് 1-2 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം വെവിച്ച ഉരുളൻകിഴങ്ങിനെ ഇതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ പതുക്കനെ ആ മസാലയൊക്കെ നന്നായിട്ട് കോട്ടാവുന്നവരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ആവശ്യമുള്ള ആൾക്കാർക്ക് ചേർക്കാം, അല്ലെങ്കിൽ നമുക്കിതിനെ സ്കിപ്പ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടിയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രാജസ്ഥാനി സ്റ്റൈൽ ഉരുളൻകിഴങ്ങ് മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട്ടോടെ പൂരി, ചപ്പാത്തി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്കിതിനെ സെർവ് ചെയ്യാം. അപ്പം ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ആദ്യം നമുക്ക് ഉരുളൻകിഴങ്ങിനെ വേവിച്ചതിന് ശേഷം വേണം ഈ മസാല വെച്ചിട്ട് വറുത്തിടാൻ. ചിലർ വന്നിട്ട് വറുത്തിട്ടിട്ട് അങ്ങനെ അതിനെ വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കും. അതുപോലെ ചെയ്യരുത്. ആദ്യം വേവിച്ചിട്ട് എന്നിട്ട് വറുത്തിടുക. അപ്പോൾ ഈ കറി വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.